ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ഞാൻ ചെയ്യുന്നത് ചെമ്മീൻ കൊണ്ടുള്ള ചോറാണ്, ചെമ്മീൻ ചോറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെമ്മീനാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒന്നാണ് ഈ ചെറിയ ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കണം. കട്ടി കുറച്ച് വേണം സവാള ഇടണമെങ്കിൽ, അരിഞ്ഞിട്ട് കട്ടി കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. സവാളയുടെ ഒപ്പം തന്നെ സവാള നമ്മൾ അരിഞ്ഞെടുക്കുന്ന ആ സമയത്ത് തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി അരിഞ്ഞെടുക്കുക. അതും കൂടി അരിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈ സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് മുട്ട എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെക്കാം. ഞാൻ ഇതിൽ മുട്ട കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെക്കാണ്. നമ്മൾ സവാള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സവാള ഇപ്പോൾ പകുതി വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തീ കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എപ്പോഴും തീ കുറച്ച് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചെമ്മീൻ ചോറിന് ആവശ്യമായിട്ടുള്ള അരി എടുക്കാം. അപ്പോൾ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 2 നാഴിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 2 നാഴി അരിക്ക് 4 നാഴി വെള്ളമാണ് വെക്കുക. അപ്പോൾ ഇതിൽ തന്നെ 4 നാഴി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ നാഴിയിൽ 2 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അരി നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ കഴുകി അത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കൈതച്ചക്ക, പൈനാപ്പിൾ മുറിച്ചത് കുഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇതപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് ഈ പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിടാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ടയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് എന്തായാലും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ്. അത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ ചോറിൽ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ആ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകിയതാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം. തേങ്ങാപ്പാലിലാണ് നമ്മുടെ ചോറ് വേവിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തേങ്ങയിൽ നമ്മൾ കുറച്ച് മസാല കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ കയ്യിലുള്ള മസാലയുടെ പാക്കറ്റിൽ നമുക്ക് ഒരുപാട് എല്ലാ മസാലയും കിട്ടും. അപ്പോൾ എല്ലാ മസാലയും വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ മസാല എല്ലാം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കറുകാപ്പട്ടയും ഏലക്കായും കരയാമ്പൂ ഇത് 3ഉം മസ്റ്റായിട്ട് ചേർത്താൽ മാത്രമേ ഇതിന് ഈ ചെമ്മീൻ ചോറിനുള്ള ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ എക്സ്ട്രാ പെരിഞ്ജീരകം, കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തക്കോലം കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കരയാമ്പൂവും കറുകാപ്പട്ടയും ഏലക്കായും ഇത് 3ഉം മസ്റ്റായിട്ട് ഇതിൽ ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ തേങ്ങ അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതിപ്പോൾ ഞാൻ 4 നാഴി വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. 2 നാഴിയാണല്ലോ അരി എടുത്തത്, അപ്പോൾ 4 നാഴി വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ 4 നാഴി ആക്കിയിട്ട് പാലിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ നേരത്തെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒപ്പം നമ്മുടെ കൈതച്ചക്കയും കൂടി വഴറ്റിയത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ അരി ഒന്ന് ചെറുതായിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൽ 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സാവധാനം ഒന്നിങ്ങനെ ചെറിയ ചൂടിലൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കൂട്ടിയിടാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ചെറു തീയിൽ വേവിച്ചെടുക്കണം. ഇതിന് വേണ്ട ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി തിളച്ചതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വറ്റിച്ച് എടുക്കണം ഈ ചോറ്. അപ്പം നമ്മുടെ ചോറ് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതെന്തായാലും മൂടി വെക്കാം. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചെമ്മീനിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന്, അപ്പോൾ ഈ മസാലയിൽ കിടന്നിട്ട് ഈ ചെമ്മീൻ ഒരു പകുതി വേവ് ആയാൽ മതി. പകുതി വേവ് ആവുമ്പോൾ നമുക്ക് ഈ ചെമ്മീൻ എടുത്തിട്ട് നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി നമ്മുടെ ചോറ് ഓക്കെ ഇവിടെ നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ചോറ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ചോറിലേക്ക് നമ്മുടെ ഈ പകുതി വേവായിട്ടുള്ള ഈ ചെമ്മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് മൂടി വെക്കാം. മൂടി വെച്ച് ചെറുതീയിൽ തന്നെ വേവിച്ചെടുക്കാം. ഇനി നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുറച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ മുട്ട ഒന്ന് ശരിയാക്കി എടുക്കാനാണ്. അപ്പോൾ പാത്രം വെച്ചിട്ട് അതിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
പിന്നെ കുരുമുളക് പൊടി ഇതും കൂടി ചേർത്ത് നമ്മുടെ മുട്ട കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മുട്ടയും കൂടി ചേർത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ചെറിയ തീ മതി, ഗ്യാസ് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഇതിലിപ്പോൾ കുറവായിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാവധാനത്തിൽ ഇളക്കി കൊടുക്കുക. മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതീയിൽ വേവിച്ച് നമ്മുടെ ചെമ്മീൻ ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ചെമ്മീൻ ഇഷ്ടമുള്ള എല്ലാവരും ഇതുപോലെ ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കി നോക്കുക. ചെറിയ ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.